ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൽ 40-ാം വാക്യത്തിൽ എൻ്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തിടത്തോളമെല്ലാം എനിക്ക് ചെയ്തുവെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നുവെന്ന് അരുളി ചെയ്തു. യേശുവിൻ്റെ നോട്ടത്തിൽ ചെറിയവൻ ആവശ്യത്തിലിരിക്കുന്നവനാണ്. ഭക്ഷണമില്ലാത്തവനും വസ്ത്രമില്ലാത്തവനും ഭവനങ്ങളില്ലാത്തവനും ഭൂമിയില്ലാത്തവനും കൂട്ടുകാരില്ലാത്തവനും ആർക്കും വേണ്ടാത്തവനും എല്ലാവരാലും അവഗണിക്കപ്പെട്ട് കിടക്കുന്നവനും സമൂഹം നിന്ദിക്കപ്പെട്ട് കിടക്കുന്നവനും സമൂഹത്തിലെ കുറ്റവാളികളും തൂക്കാൻ വിധിച്ച് കിടക്കുന്നവരും രോഗപീഠകളാൽ വലഞ്ഞു കിടക്കുന്നവരുമെല്ലാം യേശുവിന് പ്രത്യേകതയാണ്. അതുകൊണ്ട് എൻ്റെ നിങ്ങളുടെയും മുമ്പിൽ ധാരാളം ചെറിയവരുണ്ട്. ഈ ചെറിയവരാരാണെന്ന് തപ്പിപ്പോകേണ്ട ആവശ്യമില്ല. അനുദിന ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നവരെല്ലാം നമ്മളെക്കാൾ ചെറിയവരാണെന്ന് ഓർക്കണം. അവർ ചെറിയവരാണെന്ന് എല്ലാവരും സമ്മതിക്കുകയില്ല. അവരുടെ ഈഗോ അവരെ വലിയവരാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നാൽ നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യുമ്പോൾ അവനെ കാണുമ്പോൾ അവൻ കള്ളനാണെന്നോ ദുഷ്ടനാണെന്നോ നമ്മളേതോ പരിശുദ്ധരാണെന്നോ ഉള്ള ചിന്തയാണ് നമ്മളെ മാറ്റിക്കളയുന്നവരിൽ നിന്ന്. അത് വലിയ കൊടും പാപമാണ്, കൊടും ചതിയാണ്. അതുകൊണ്ട് നമ്മളൊരു വലിയ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് അനുഗ്രഹത്തെ ചൊരിയിക്കുവാൻ സാധിക്കും. കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കൊട്ടാരക്കരയിലും കൊല്ലത്തിനുമിടയ്ക്ക് കൈതക്കുഴി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. 130 പരം വർഷങ്ങൾക്ക് മുമ്പ് LMS മിഷണറിമാരാൽ ആരംഭിച്ച സ്കൂളും പള്ളിയും ഉണ്ടായിരുന്നു. അത് ഇന്നതിൻ്റെ ചെറിയ അവസ്ഥയിലാണെങ്കിലും അത് നവീകരിച്ചു കൊണ്ടുവരുമ്പോൾ ഇന്നും നാളെയും മറ്റേതാളുമായി അവിടെ 3 ദിവസം ത്രിദിന കൺവെൻഷൻ നടക്കുകയാണ്. ഉദ്ദേശം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരു കൺവെൻഷൻ. അവിടെ പുതിയൊരു ആലയം ഉണ്ടാകുന്നു. കൈത വിദേശത്തു നിന്ന് മിഷണറിമാർ കൊണ്ടുവന്നാണ്, സായിപ്പ് കൊണ്ടുവന്നാണ്, ഇവിടെ ഇല്ലായിരുന്നു. കൈതത്തോട്ടം വെച്ച് പിടിപ്പിച്ച് അങ്ങനെയാണത് നവീകരിച്ചെടുത്തത്. അതുകൊണ്ട് കൈതക്കുഴി തീർച്ചയായിട്ടും മിഷണറിമാരുടെ പാദസ്പർശമേറ്റപ്പോൾ അങ്ങനെ ഉണ്ടായ പേരാണെന്നാണ് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IAS അവറുകൾ പറയുകയുണ്ടായത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ചരിത്ര പുസ്തകം തന്നെ എഴുതാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വചനം കാണുന്ന കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ചെറിയവരെ തേടിയെത്തുവാനായിട്ട് വന്ന യേശുവിൻ്റെ അതേ മനോഭാവം നമ്മൾക്കുണ്ടാകുമ്പോഴാണ് നമ്മുടെ മുമ്പിൽ വരുന്നവരെല്ലാം ആവശ്യക്കാരാണ്. എത്രയെത്ര ആവശ്യക്കാരാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. അവരുടെ മുമ്പിൽ നമുക്ക് മാറിയിരിക്കാം, ഉറങ്ങാം, വിശ്രമിക്കാം, കണ്ടില്ലെന്ന് നടിക്കാം. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം ചെറിയവർക്ക് വേണ്ടി മാറ്റ്. നീ സ്വർഗത്തിൽ പോകും. ദൈവം നിൻ്റെ കൂടെ കാണും. യേശു നിൻ്റെ കൂടെ കാണും. യേശുവിന് ഏറ്റവും ഇഷ്ടം ചെറിയവരെയാണ്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സമൂഹത്തിൽ ആരുമില്ലാത്തവരും ആരും ചേർക്കപ്പെടുവാനില്ലാത്തവരും എല്ലാവരാലും തള്ളപ്പെട്ടവരുമായവരുടെ മധ്യത്തിൽ ബലഹീനരാകുന്ന ഞങ്ങൾ ബലവാനായ യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണം. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, ലോകമെമ്പാടും സുവിശേഷം അറിയിക്കുന്നവർ, വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ, വിവിധ ഓർഫനേജുകളിൽ ജോലി ചെയ്യുന്നവർ, ബെഡ്രിഡനായിട്ടുള്ളവരുടെ മധ്യത്തിൽ ജോലി ചെയ്യുന്നവർ, അഡിക്ഷൻ സെൻ്ററുകളിലായിരിക്കുന്നവർ, ഡിസേബിൾഡായിട്ടുള്ളവർ ആയിരിക്കുന്ന സ്ഥാനങ്ങളിലായിരിക്കുന്നവർ, വാർദ്ധക്യസഹജമായ ക്ഷീണത്താൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഭവനങ്ങളിലും
സ്ഥാപനങ്ങളിലും കഴിയുന്നവർ, അവരെയൊക്കെ തേടിച്ചെന്ന് സ്നേഹിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകൾ, ബെഡിനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ, ചാനലുകൾ, ഫോട്ടോഗ്രാഫേഴ്സ്, എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ കരുണകൃപ കൂടെ ഇരുന്നാട്ട്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശു മഹത്വം, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലെസ് യു. തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ, അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ.